everyone, welcome back to Salem Learning. It's me, Muhammad Shafiq VK. മക്കളെ, നിങ്ങൾ മറ്റന്നാൾ ബേസിക് സയൻസ് എക്സാം നല്ല കിടുക്കനായിട്ട് എഴുതാൻ പോവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സൈലം ടീം ഫുൾ സെറ്റാണ്. മക്കളെ, നിങ്ങളുടെ അതിൽ കെമിസ്ട്രിയിൽ വരുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ഉണ്ട്. അത് സൊല്യൂഷൻസിൽ നിന്നാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് മക്കൾക്ക് നേടാനായിട്ട് സാധിക്കും. പോയാലോ നമുക്ക് അതിലേക്ക്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ സൊല്യൂട്ട് സോൾവെന്റ് അല്ലെങ്കിൽ ലീലം ലായകം വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പോൾ മക്കളെ നോക്കി, സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഉപ്പ് ലായനി എന്ന് പറയുമ്പോൾ മക്കൾക്കറിയാം അതിലെ സൊല്യൂട്ട് ആരാണ്. അതിലെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ആരാണടാ? സാൾട്ട് ആണ് അല്ലേ. സാൾട്ട് ആണ് അവിടുത്തെ സൊല്യൂട്ടായി വരിക, അഥവാ ഉപ്പാണ് അവിടുത്തെ ലീനമായി വരിക. വാട്ടർ, ജലമാണ് അവിടുത്തെ ലായകമായി വരിക. സോൾവെന്റ് ആയിട്ട് വാട്ടർ ആണ് വരിക. സോഡ വാട്ടർ, വെരി ഇമ്പോർട്ടൻറ്റ്. സോഡ വാട്ടർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, സോഡ വാട്ടർ എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന സൊല്യൂട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ലീനം വാട്ടറിലേക്ക്, ജലം എന്ന ലായകത്തിലേക്ക് ചേർക്കുമ്പോഴാണ് നമുക്ക് സോഡ കിട്ടുക. റെഡി. പിന്നെ മറ്റൊന്നാണ് പിച്ചള. പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറയുന്നത് മക്കൾ നോക്കുക, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് നമുക്ക് ഓർത്തെടുക്കാൻ ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എടുത്ത് തന്നെ സ്പെഷ്യലായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് മക്കളെ, സിങ്ക് എന്ന സൊല്യൂട്ടിനെ ഏതാണ്? സിങ്ക് എന്ന ലീനത്തെ കോപ്പർ എന്ന ലായകത്തിലേക്ക്, കോപ്പർ എന്ന സോൾവെന്റിലേക്ക് ചേർക്കുന്നതാണെന്ത്? ബ്രാസ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു പ്രത്യേകത കൂടി മക്കൾ പഠിച്ചേ. സൊല്യൂട്ടും സോൾവെന്റും ഖരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള ആളാരാണ്? അത് പിച്ചളയാണ് കേട്ടോ. അതായത് ലീനവും ലായകവും ഖരാവസ്ഥയിലുള്ളത് പിച്ചളയിലാണ് കേട്ടോ. ആഭരണ സ്വർണം, അതായത് നമ്മൾ അണിയുന്ന ഓർണമെന്റൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ മക്കൾ ആലോചിക്കുക, അതിലേക്ക് കോപ്പർ ഗോൾഡിലേക്കാണ് ചേർക്കുന്നത്. ഗോൾഡ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ AU എന്നുള്ള അതിന്റെ സിമ്പിൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അതായത് കോപ്പറിനെ, ചെമ്പിനെ എന്തിലേക്കാ ചേർക്കുക? സ്വർണത്തിലേക്ക് ചേർക്കുക. ഇനി നോക്കിയ താഴെയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. വിച്ച് ആർ ദ സൊല്യൂഷൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്? ഖരാവസ്ഥയിലുള്ള ലായനികൾ ഏതൊക്കെയാണെന്നുള്ളത്. ഖരാവസ്ഥയിലുള്ള ലായനി നോക്കുമ്പോൾ ഒരു സൊല്യൂഷന്റെ, ഒരു ലായനിയുടെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് തീരുമാനിക്കുക അതിന്റെ സോൾവെന്റ് ആണ്. ഓക്കെ, സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ലായകം ഏത് അവസ്ഥയിലാണോ അതാണ് ലായനിയുടെ അവസ്ഥ. അപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ പിച്ചളയിലും ആഭരണ സ്വർണത്തിലും കോപ്പറും ഗോൾഡും ആണ്. അത് രണ്ടും ഖരമാണ്, അഥവാ സോളിഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഖരാവസ്ഥയിലുള്ള ലായനികളിൽ പെടുത്താം. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ? പിച്ചള പെടുത്താം, പിന്നെ അതേപോലെ തന്നെ ആഭരണ സ്വർണം പെടുത്താം. ഓക്കെ, ആഭരണ സ്വർണം സാർ ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഏതൊക്കെയാണ്? ആഭരണ സ്വർണവും അതുപോലെ തന്നെ പിച്ചളയാണ് ഇതിന് ആൻസർ കേട്ടോ. ഓക്കെ, ഓർണമെന്റൽ ഗോൾഡും ബ്രാസും ആണ്. നമുക്ക് മനസ്സിലായല്ലോ. ഇനി എന്താണ്? ഇൻ വിച്ച് സൊല്യൂഷൻ ദ സൊല്യൂട്ട് ഈസ് ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്? ഏതിലാണ് ലീനം വാതകാവസ്ഥയിൽ കാണപ്പെടുന്നത്? നമുക്കറിയാം ആരാണത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടുത്തെ വാതകമായിട്ട് ഉള്ള സൊല്യൂട്ട് അല്ലെങ്കിൽ ലീൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ഒരുപാട് തരത്തിൽ ചോദ്യം ചോദിക്കാം. ഈ ഒരു ഒറ്റ ഐഡിയ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോയാലോടാ. നോക്കിക്കേ, എ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് അഫക്ട് സോലിബിലിറ്റി. ഇത് എപ്പോഴും 1 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോലിബിലിറ്റിയെ സ്വാധീനിക്കാത്ത എന്താണ്? ലയത്വത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ് എന്നുള്ളതാണ്. മക്കളെ എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കുക. ടെമ്പറേച്ചർ ഇവിടെ സ്വാധീനിക്കാത്തത് പഠിക്കുക എന്നുള്ളതല്ല മക്കളെ. നാച്ചർ ഓഫ് സൊല്യൂട്ടും ടെമ്പറേച്ചറും, ലീനത്തിന്റെ സ്വഭാവവും താപനിലയും ലയത്വത്തെ, സോലിബിലിറ്റിയെ സ്വാധീനിക്കും, എഫക്റ്റ് ചെയ്യും. എന്നാൽ ഇവിടെ ചെയ്യാത്തത് ഏതാണ്? ചെയ്യാത്തത് ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? കളർ ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ ലായകത്തിന്റെ നിറമാണ്. അത് നിങ്ങൾ ഇവിടെ സ്വാധീനിക്കാത്തത് ഏത് എന്നല്ല പഠിക്കേണ്ടത്, അതായത് എഫക്റ്റ് ചെയ്യാത്തത് ഏത് എന്നല്ല പഠിക്കേണ്ടത്, എഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ എന്ന് പഠിച്ചു വെക്കുക. എഫക്റ്റ് ചെയ്യുന്നത് ഈ 2 സാധനം ഉള്ളത്, നാച്ചർ ഓഫ് സൊല്യൂട്ടും ടെമ്പറേച്ചറും, ലീനത്തിന്റെ സ്വഭാവവും താപനിലയാണ് കേട്ടോ. അപ്പൊ അതല്ലാത്തത് തന്നാൽ അതൊക്കെ എന്താണ്? എഫക്റ്റ് ചെയ്യാത്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ നാച്ചർ ഓഫ് സൊല്യൂട്ട്, ടെമ്പറേച്ചർ എന്നിവ സോലിബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ലീനത്തിന്റെ സ്വഭാവം, താപനില എന്നിവ ലയത്വത്തെ സ്വാധീനിക്കുന്നതാണ്. അപ്പൊ അതല്ലാത്തത് എന്താ തന്നത്? അതെന്താ? സ്വാധീനിക്കില്ല എന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്കിയാലോ നമുക്ക്. നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് അറിയാം എന്താണ്? കൊളോയിഡ് സസ്പെൻഷൻ, അതേപോലെ തന്നെ ട്രൂ സൊല്യൂഷൻ, യഥാർത്ഥ ലായനി എന്നുള്ളതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ്? ഫിൽറ്ററിങ് യൂസ് ഫിൽറ്റർ പേപ്പർ, പാസിംഗ് ആൻഡ് എന്താ പറയാ, ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ്, ഓക്കെ, കീപ് അൺഡിസ്റ്റർബ്ഡ്, ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നിട്ട്, അഥവാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഒരു അരിക്ക് മാറ്റാൻ കഴിയുന്നത്, ശക്തമായ പ്രകാശ ബീം കടത്തിവിടുന്നത്, അനക്കാതെ വെക്കുന്നു, ഇങ്ങനെ 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കളെ ഓരോന്നോരോ നമുക്ക് നോക്കാം. സാർ അതിന്റെ ഐഡിയ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. മക്കളെ ഇത്ര ഉള്ളടാ. നോക്കിക്കേ, പ്രകാശത്തിന്റെ പാത കടന്നു പോകുന്നത് കൊളോയിഡിലും, പ്രകാശപാത നമുക്ക് ദൃശ്യമാകുന്നത് കൊളോയിഡിലും സസ്പെൻഷനിലും മാത്രമായിരിക്കും. പഠിച്ചു വെക്കേ, എന്താണ്? ലൈറ്റ് ഓഫ് ബീം നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഏതിൽ മാത്രമാണ്? കൊളോയിഡിലും സസ്പെൻഷനിലും മാത്രമായിരിക്കും. ഓക്കെ,
ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റുന്നത് സസ്പെൻഷൻ മാത്രമാണ്. ഓക്കെ, അനക്കാതെ വെച്ചാൽ അടിഞ്ഞുകൂടുന്നതും സസ്പെൻഷൻ മാത്രമാണ്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. എന്നാ മക്കൾ നോക്കുക, ഫിൽറ്ററിങ് യൂസ് എ ഫിൽട്ടർ പേപ്പർ, പാർട്ടിക്കിൾസ് കനോട്ട് സെപ്പറേറ്റ് ബൈ ഫിൽട്രേഷൻ. ഇതില് സൊല്യൂഷൻ്റെത് ഫിൽട്രേഷൻ നടക്കൂല, കൊളോയിഡ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കൂല. എന്നാൽ സസ്പെൻഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആ ഐഡിയ മനസ്സിൽ വേണം കേട്ടോ മക്കളെ. നോക്കണേ, ഇനി എന്താണ്, പാസിംഗ് ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ്, പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. പാത്ത് ഓഫ് ലൈറ്റ് ബീം വിസിബിൾ അല്ല ഏതില്, സൊല്യൂഷനിൽ, ലായനിയിൽ കേട്ടോ. എന്നാൽ മക്കളെ ഇവിടെ നോക്ക്, നമ്മളുടെ പാത്ത് ഓഫ് ലൈറ്റ് ബീം വിസിബിൾ ആണ് ഇതിൽ, കൊളോയിഡിൽ. അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് സസ്പെൻഷനിൽ. ലൈറ്റ് ബീമിന്റെ പാത്ത് നന്നായിട്ട് കാണാൻ പറ്റും ഏതില്, സസ്പെൻഷനിൽ കേട്ടോ. കീപ് അൺഡിസ്റ്റർബ്ഡ്, അനക്കാതെ വെച്ചാൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ, അതായത് ആ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടും. എവിടെയാ അടിഞ്ഞുകൂടുക, സസ്പെൻഷനിൽ അടിഞ്ഞുകൂടും. എന്നാൽ കൊളോയിഡിലോ അതേപോലെ തന്നെ യഥാർത്ഥ ലായനി ട്രൂ സൊല്യൂഷനിലോ അടിഞ്ഞുകൂടൂല കേട്ടോ. ഒക്കെ മക്കളെ, അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഒരു ടേബിളിൽ നിന്ന് നിർബന്ധമായിട്ടും മക്കൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു പക്ഷെ ഇങ്ങനെ തന്നെ ടേബിൾ തരാറായിരിക്കാം, അല്ലെങ്കിൽ വൺ വേർഡിന് നിങ്ങൾക്ക് ചോദിക്കലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയി എഴുതി തന്ന് ചോദിക്കലായിരിക്കാം. പക്ഷെ എൻ്റെ മക്കൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും ഈ പറഞ്ഞ ഐഡിയയിലാണ് അതിന് ഉത്തരം എഴുതേണ്ടത് കേട്ടോ. അടിച്ചു പൊളിച്ച് മക്കളെ ആ എക്സാമിന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയൽ. അതുകൊണ്ട് ഒരിക്കലും എക്സാം പാസ്സാവുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, എനിക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് കൂടി നോക്കാനാണ് പരീക്ഷകൾ നടക്കുന്നത്. സോ നമുക്ക് നല്ല ഉഷാറായി തന്നെ പഠിക്കാം. ഇന്നത്തെയും നാളത്തെയും ലൈവ് ഒക്കെ കഴിയുന്നതോട് കൂടിയിട്ട് എൻ്റെ മക്കൾ നല്ല ഉഷാറായി തന്നെ എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത തവണ കാണുന്നവരെ സൈനിങ് ഓഫ്.